CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. എംപിമാരെ പാർലമെന്റ് സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്ര ദിനമാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മരണക്കുഴികളും ഗതാഗതക്കുരുക്കും കൊണ്ട് ദുരിതയാത്ര സമ്മാനിക്കുന്ന തൃശൂർ കുന്നംകുളം പാതയിലെ പ്രധാന സെന്ററുകളിൽ സീബ്ര ലൈനുകൾ മാഞ്ഞിട്ട് മാസങ്ങൾ പിന്നിട്ടു. തിരിഞ്ഞു നോക്കാതെ അധികൃതർ. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂൾ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ ശയന പ്രദക്ഷിണം നടത്തി. നാടകക്കളരി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും പരീക്ഷണാത്മക നാടകത്തിന്റെ വക്താവുമായിരുന്ന പ്രൊഫസർ G. ശങ്കരപിള്ളയെ അനുസ്മരിച്ചു. ചൂണ്ടൽ വായനശാലയും നാടക് ഗുരുവായൂർ കുന്നംകുളം മേഖലയും സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങിൽ ചൂണ്ടൽ ഗ്രാമീണ വായനശാല സെക്രട്ടറി K. രാമകൃഷ്ണൻ അധ്യക്ഷനായി. ചൊവ്വന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ 3ാം വാർഷിക പൊതുയോഗം മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. UP സംസ്കൃത സംസ്ഥാന അധ്യാപക ദ്വിദിന ശില്പശാല ചാവക്കാട് ശിക്ഷക് സദനിൽ ആരംഭിച്ചു. ക്യാൻസർ ബാധിച്ച് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന 14 വയസ്സുകാരനായ വേലൂർ കിരാലൂർ സ്വദേശി അനുദേവ് കൃഷ്ണയുടെ ചികിത്സാ ചിലവിനായി എരുമപ്പെട്ടിയിലെ നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്ന പേരിലുള്ള വാട്സ്ആപ്പ് കൂട്ടായ്മ 2,30,000 രൂപ ധനസഹായം നൽകി. മാധ്യമപ്രവർത്തന രംഗത്തെ സ്വതന്ത്ര ട്രേഡ് യൂണിയനായ കേരള മീഡിയ പേഴ്സൺ യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്ത് ആരംഭിച്ചു. കൂനമുച്ചി ഇടവക ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ചാരിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെന്റ് ജോസഫ് ക്രൈസ്റ്റ് കിങ് യൂണിറ്റുകളിൽ നിന്ന് സംഭരിച്ച ഭക്ഷണപ്പൊതികൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിതരണം ചെയ്തു. പുതിയ കാലത്ത് വായനയെ ഫാസിസം വഴിതിരിച്ചുവിടുന്നുണ്ടെന്നും മനുഷ്യരെ മതത്തിന്റെ പേരിൽ വേർതിരിക്കാൻ പല സാഹിത്യകൃതികളെയും തെറ്റായി വായിക്കുന്നുവെന്നും കവിയും നോവലിസ്റ്റുമായ മുരളി S. കുമാർ അഭിപ്രായപ്പെട്ടു. വെള്ളറക്കാട് വിവേകസാഗരം UP സ്കൂളിൽ നടത്തിയ ഇടം സാംസ്കാരിക വേദിയുടെ വായനാ ദിനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുന്നംകുളം ബെതനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി ക്ലബിന്റെ 2024-25 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. തുടർച്ചയായി 2ാം വർഷവും SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ ചിരളയം ബെതനി ഗേൾസ് സ്കൂളിനെ BJP ചിരളയം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഒരുമനയൂർ ജനകീയ ആക്ഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 വിദ്യാഭ്യാസ പുരസ്കാര വിതരണം സംഘടിപ്പിച്ചു. ഒരുമനയൂർ പഞ്ചായത്ത് ഹാളിൽ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ PTA പ്രസിഡന്റും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ ബിജു പള്ളിക്കര അധ്യക്ഷത വഹിച്ചു. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ നടന്ന വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി അനുസ്മരണം കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വേലൂരിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഗുരുവായൂർ നഗരസഭ 31ാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സമാദരണ സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.